അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്കുള്ളതുകൊണ്ട് ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ഉത്സാഹിക്കുക. ഈ അനുഗ്രഹം മാറ്റിയിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ സ്വാഗതങ്ങളുമായി പരിമലസനാരുടെ അസിസ്റ്റന്റ് മാനേജരായിരിക്കുന്ന ബഹുമാനനായ വൈമത്തെ മുഖ്യനെ സ്വാഗതം ക്ഷണിച്ചു. തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, ഈ ആയുർവേദ ചികിത്സയ്ക്കായി വന്നിട്ടുള്ള രോഗികളായി മറ്റുമായി വന്നിട്ടുള്ളവർ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവർ, വേദിയിൽ ഒഴിച്ചിരിക്കുന്ന ആത്മീയ വിശിഷ്ട അതിഥികളെ, ഈ ശബ്ദം കേൾക്കുന്ന ഏവരും, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പിന്റെയും അദ്ദേഹത്തിന്റെ പത്നി ഡോക്ടർ മോൾ എലിസബത്ത് തോമസിന്റെയും അക്ഷീണ പരിശ്രമത്താലും പ്രത്യേക താല്പര്യത്താലും ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെയും സെമിനാറിന്റെയും സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എന്നെ നിശ്ചിതമായിരുന്നത്. ലോകത്തിൽ ചികിത്സാ മേഖലകൾ ധാരാളം ഉണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അങ്ങനെ വിവിധ രീതിയിൽ മനുഷ്യൻ സൗഖ്യം നേടുന്നതിനും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളിൽ നിന്ന് അകന്ന് വൈദ്യശാസ്ത്രത്തെ അവർക്കാവുന്ന രീതിയിൽ അഭയം തേടുന്നുണ്ട്. എന്നാൽ ആയുർവേദത്തിൻ്റെ പാരമ്പര്യം നാം പരിശോധിച്ചാൽ ആയുർവേദ പാരമ്പര്യം ഋഷീശ്വരന്മാരുടെയും താപസരായ മുനിശ്രേഷ്ഠരുടെയും ഒക്കെ പാരമ്പര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന വേദപ്രമാണങ്ങളായി മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഭാരതത്തിലെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഈ ആയുർവേദത്തിൻ്റെ അനിർവചനീയമായ സൗഖ്യദാന ശുശ്രൂഷകളെക്കുറിച്ചും രോഗികൾക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചുമൊക്കെ നാം വായിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മുനിമാരുടെ പാരമ്പര്യവും ആയുർവേദ ചികിത്സാ വിധികളിൽ സ്വീകരിക്കുന്ന തപചര്യയുടെയൊക്കെ ചരിത്രം നാം കാണുന്നുണ്ട്. ഈ തപചര്യ മനുഷ്യന് ആശ്വാസം പകരുന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആയുർവേദ വിധികൾ പലപ്പോഴും മനുഷ്യന് ആശ്വാസം പകരുന്നത് ദീർഘകാല ആയുർവേദ ചികിത്സാ വിധികളിൽ കൂടിയാണ്. അങ്ങനെ ആശ്വാസം പകരുന്ന രീതിയിൽ മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന ഈ ക്യാമ്പ്, പ്രത്യേകിച്ചും ഇവിടെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത് ലഭിക്കുന്നുള്ളൂ എങ്കിലും ഇതിൻ്റെ വ്യാപ്തി, ഇത് മറ്റ് മനുഷ്യരിലേക്കും മറ്റ് ആളുകളിലേക്കും എത്തിച്ചേർന്ന് ഇതിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയുടെ ഏറ്റവും പരമമായ ആ സാമീപ്യവും സാന്നിധ്യവും എല്ലാവരിലും എത്തട്ടെ, അനേകർക്ക് ഇത് പ്രയോജനമായി തീരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ നിരണഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ ഔദ്യോഗികമായ തിരക്കുകൾ കാരണം ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ച് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് യാത്രയായി എങ്കിലും സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും
എപ്പോഴും ഈ പരിമല പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ എപ്പോഴും തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹപ്രദമാണ്. തിരുമേനിയെ ഈ മീറ്റിങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിലും സെമിനാറിലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയ ഡോക്ടർ ഷെർലി മാത്യു ആണ്. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ക്രമീകരിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പ്രേരണകളും നൽകിയത് ആദരണീയ ഡോക്ടർ ഷെർലി മാത്യു ആണ്. ഈ ഡോക്ടറെ ഇവിടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ ജോൺ കെ ജോർജ്, റിട്ടയർഡ് പ്രൊഫസർ, ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി എങ്കിലും ഇപ്പോഴും അദ്ദേഹം പത്തനംതിട്ട പന്തളത്ത് NSS കോളേജിലെ അധ്യാപകനാണ്. ആയുർവേദ വിഭാഗം അധ്യാപകനാണ്. ചികിത്സിക്കുന്നുണ്ട്. അനേക രോഗികൾക്ക് തൻ്റെ റിട്ടയർമെൻറ്റിൽ ലൈഫിലും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആശ്വാസം പകരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ആശംസ അറിയിക്കുന്നത് പരിമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനാണ്. അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കുന്നതിനായിട്ട് SGOCSMന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആദരണീയ മോനി കല്ലമ്പറമ്പിൽ, അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ മോൾ എലിസബത്ത് തോമസ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ്റെ പത്നിയാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അനേകർക്ക് ആശ്വാസങ്ങൾ ചികിത്സയിലൂടെ നൽകുകയും അനേകർക്ക് ദൈവികമായ ആ സാന്നിധ്യവും ഉപദേശവും മൂലം അനേകർക്ക് സൗഖ്യം നൽകുവാനും ദൈവം എടുത്തുപയോഗിക്കുകയും ചെയ്തിരിക്കുന്ന ഡോക്ടറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രത്യേകിച്ചും നേഴ്സിംഗ് വിദ്യാർത്ഥിനികൾ എപ്പോഴും മീറ്റിങ്ങിലും സന്ധ്യാ നമസ്കാരങ്ങളും എല്ലാം വന്ന് സംബന്ധിക്കുന്നുണ്ട്. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുന്ന എല്ലാവരെയും ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളം പ്രാപിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം നൽകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ. ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനായി ഭാരതീയ ചികിത്സാ വകുപ്പ് മേധാവിയും നമ്മുടെ സഭയുടെ അഭിമാനവുമായ ഇപ്പം പത്തനംതിട്ട ആയുർവേദ DMO ആയിരിക്കുന്ന ബഹുമാനിയായ ഷെർലി മാത്യുവിനെ സാദരം ക്ഷണിച്ചുകൊള്ളും. അഭിവന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, അസിസ്റ്റന്റ് മാനേജർ പരിമല സെമിനാരി ഫാദർ മത്തായി കുട്ടിയവകൾ, ഡോക്ടർ ജോൺ കെ ജോർജ്, ഡോക്ടർ മോൾ എലിസബത്ത്, ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ മോനി കല്ലമ്പറമ്പിൽ അവർ, കായംകുളം ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി, ഡോക്ടർ കണ്ണൻ, സിസ്റ്റേഴ്സ്, പിന്നെ ഇവിടെ ഈ യോഗത്തിലെത്തിയിരിക്കുന്ന നഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസ്, ഈ യോഗത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമേ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ, എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ എനിക്ക് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഒരു ആയുർവേദ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുപരിയായി 2-3 ദിവസം കൊണ്ട് ഏകദേശം 1000 പേർക്ക് ഇവിടുന്ന് ഒരു ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഞങ്ങൾക്ക് അഭിമാനമുള്ള സംഗതിയാണ്. അത് നടന്നു വരുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുന്നതിനും അതുപോലെ അവർക്ക് ചെറിയ വലിയ കൂടിയ അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ അവരെ ഒന്ന് പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും നമുക്കൊരു അവസരം ലഭിച്ചു. അതുപോലെ പരിമല തിരുമേനിയുടെ ഈ മണ്ണിൽ കുറേ സമയം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനകത്ത് പങ്കെടുത്ത ചില ഡോക്ടർമാരും വേറെ കുറേ സ്റ്റാഫും ഒക്കെ ഈ വർഷം വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഈ വർഷം ക്യാമ്പില്ലേ, ഞങ്ങളെ കൂടെ അതിനകത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു പോസിറ്റീവായിട്ട്, അതായത് ഒരു സേവന മനോഭാവമാണ് ആയുർവേദ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചും കൂടെ ഇച്ചിരി വിപുലമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. അതിന് ഏറ്റവും നേതൃത്വം നൽകിയത്, ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഉപരിയായി അതിനകത്ത് ഏറ്റവും അതിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്
പ്രിൻസ് അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛനും കൊച്ചമ്മയും ഇതിൻ്റെ പുറകെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി, അത് നമ്മളെന്തെങ്കിലും അഥവാ വിട്ടുപോയാൽ തന്നെ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ എന്തെങ്കിലും കാരണം വിട്ടുപോയാൽ തന്നെ അവരതെല്ലാം ഓർത്തടുപ്പിച്ച് കാര്യങ്ങളെല്ലാം എത്തിച്ച്, ഇന്നലെ തന്നെ മരുന്നുകളും എല്ലാം കൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഉള്ള സ്നേഹവും നന്ദിയും പരിമല തിരുമേനിയുടെ നാമത്തിൽ തന്നെ ഞാൻ അറിയിക്കുകയാണ്. കാരണം അത് അങ്ങനെ ഒരു ബാക്ക് ബോൺ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് അവിടെ നിന്ന് മരുന്ന് കൊടുക്കുക, അല്ലെ കുറച്ച് സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലമൊക്കെ ഒരുക്കി അതിനകത്ത് ആൾക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം തന്ന അച്ഛനോടുള്ള നന്ദി പറയാനും കൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ക്ലാസ്മേറ്റും കൂടെയാണ് ഡോക്ടർ ജയലക്ഷ്മി. 2 മണി മുതലേ ഈ ക്യാമ്പ് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഡോക്ടറുടെ മകനും മരുമകളും എല്ലാം ഈ ക്യാമ്പിൽ വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുത്തതിനോടുള്ള അവർക്കുള്ള നന്ദിയും പ്രത്യേകിച്ച് അറിയിക്കുന്നു. അതുപോലെ ഈ പരിമല സെമിനാരിയിൽ നിന്ന് ഈ ക്യാമ്പിന് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പിന് വന്നിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ ക്യാമ്പിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കാണത്തക്കവണ്ണമുള്ള വലിയ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ ഞങ്ങളുടെ അച്ഛൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ആൾക്കാർക്ക് ഇത് പുതിയൊരു സംരംഭം ആയതുകൊണ്ട് ഇത് എവിടെയാണെന്ന് അറിയാതെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ ഈ വർഷം അത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആൾക്കാർക്ക് കൂടുതൽ സേവനം ചെയ്യാൻ, അവരെ കൂടുതൽ ശുശ്രൂഷിക്കാനും സേവനം ചെയ്യാനുമുള്ള അവസരം ഈ പരിമല തിരുമേനിയുടെ മണ്ണിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു അവസരം തന്ന ദൈവത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. പരിമല തിരുമേനിയോടുള്ള പ്രത്യേക പ്രാർത്ഥനയിലും അത് ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് അതിൻ്റെ എല്ലാ തരത്തിലും സജ്ജമാണ്. നമ്മൾ പോരാത്ത മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കാനൊക്കെ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ജോൺ കെ ജോർജ് സാറാണെങ്കിലും ഇതിൻ്റെ എന്ത് കാര്യത്തിലും എന്ത് പോരാഴി ഉണ്ടെങ്കിലും നികത്താനാണെങ്കിലും ഒക്കെ വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ല ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് പരിമലയുടെ മണ്ണിലുണ്ടാവും. അത് തുടർന്നും വർഷങ്ങളിൽ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങളുടെ വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത് പരിമല ആശുപത്രിയോടനുബന്ധിച്ച് ഒരു ആയുർവേദ വിഭാഗം തുടങ്ങണമെന്നുള്ളതാണ്. അത് തിരുമേനി ഉള്ളപ്പോൾ ഒന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തിരുമേനിയുടെ തിരക്ക് കൊണ്ടത് പോയതുകൊണ്ട് അച്ഛൻ്റെ ശ്രദ്ധയിലൊന്ന് ഇരുന്നിട്ട് നമ്മുടെ ആശുപത്രിയോട് ചേർന്ന് ഈ മുത്തൂറ്റൊക്കെ ഉള്ളതുപോലെ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം അതിനകത്ത് തുടങ്ങിയാൽ ഒത്തിരി നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. സൗകര്യം പോലെ അച്ഛനത് വിനിയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്തതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തിരുമേനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും വന്നവരോടുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ മുഖ്യ സന്ദേശം നൽകുവാനായി ബഹുമാനപ്പെട്ട ജോൺ കെ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. ഇപ്പോൾ പന്തളം ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആയുർവേദ ഗുരുശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ജോൺ കെ സാറ്. നമ്മുടെ മലങ്കര സഭയുടെ അഭിമാനമാണ്. വിലയേറിയ സമയം നമുക്കായിട്ട് കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ഇത്രയും ബഹുമാനപ്പെട്ട ജോൺ കെ സാറിനെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളും. അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റർമാർ, വിദ്യാർത്ഥിനികളുടെ സമൂഹം, ഇവർക്കൊക്കെ ഞാൻ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നിവിടെ 113ാമത് പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പം കഴിഞ്ഞിരിക്കുന്നത്. ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഈ കൊല്ലം ഉണ്ടായിരുന്നു. എന്താണ് ഈ ആയുർവേദത്തിൻ്റെ പ്രസക്തി, ഒരു സമൂഹത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി? എപ്പോഴും നമ്മുടെ ഭാരതീയ ചികിത്സയുടെ, ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ആകത്തുകയായി അവർ നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിനു വേണ്ടി കണ്ടുപിടിച്ചിരുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഈ ആയുർവേദം പോലെ തന്നെ മറ്റ് പല ശാഖകളും, വൈദ്യശാഖകളുമുണ്ട്. അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, പ്രകൃതിശാസ്ത്രമുണ്ട്, സിദ്ധമുണ്ട്, യുനാനിയുണ്ട്. ഇങ്ങനെ പല ശാസ്ത്ര മേഖലകൾ നമുക്കുണ്ടെങ്കിലും
ആയുർവേദം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പൈതൃക സ്വത്താണ്. ഈ സ്വത്ത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് നമുക്ക് മാത്രമല്ല, നമുക്കിത് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് പ്രയോജനകരമായി ഇത് മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും അതാത് തനതായ ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായി രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി ഒരു തനതായ ഒരു ശാസ്ത്രമേഖല, വൈദ്യശാസ്ത്ര മേഖല ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഇന്ന് നിലനിൽക്കുന്ന തനതായ പൈതൃകമായി നിലനിൽക്കുന്നത് രണ്ട് ശാസ്ത്രമാണ്. ഒന്ന് ആയുർവേദവും, രണ്ട് ചൈനീസ് മെഡിസിനും. ഈ ആയുർവേദത്തിന് നമുക്ക് എന്താണ് പ്രസക്തി? ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ ആയുസ്സിൻ്റെ വേദമാണ്. ആയുസ്സും വേദവും കൂടെ ചേർന്നതാണ് ആയുർവേദം. അപ്പം ആയുസ്സെന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയും എന്നുള്ള ഒരു കാലഘട്ടത്തെയും, വേദം എന്ന് പറഞ്ഞാൽ വിധിജ്ഞാനേ, ജ്ഞാനത്തെ തരുന്നത്. എന്ത് ജ്ഞാനം? അല്ലെങ്കിൽ വേദ്യതയെ അനേനൈതി വേദം, നമ്മളെ പഠിപ്പിക്കുന്നത്, ജ്ഞാനത്തെ പഠിപ്പിക്കുന്നത്, അത് സത്യമായ ജ്ഞാനത്തെ പഠിപ്പിക്കുന്നത്. വേദം എന്ന് പറഞ്ഞാൽ, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അതേപോലെ തന്നെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ വേദം. അതിന് ആയുസ്സിൽ എന്ത് ചെയ്താൽ നമുക്ക് സുഖകരമായി ജീവിക്കാം. അപ്പോൾ ഏത് ജീവിയാണെങ്കിലും ജീവനുള്ള ഏതിനും സുഖകരമായി ജീവിക്കണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. അപ്പോൾ ആ ജീവിത കാലഘട്ടത്തിൽ ആ സുഖകരമായ ജീവിതത്തിന് വേണ്ടി ഉള്ള ഒരു ചിന്തയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാവാം. ഈ അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നതിനെ എങ്ങനെ മാറ്റി നമ്മൾക്ക് സുഖകരമായി ജീവിക്കാം, ഇതിന് വേണ്ടി തരുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ അപ്പോഴേ വെറും നമ്മുടെ ഒരു രോഗം വന്നു ചികിത്സിച്ചു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഇത് രോഗം വരാതിരിക്കാൻ ഒരു ജീവി ജനിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ അത് ഗർഭപാത്രത്തിൽ കൺസെപ്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ ആ രോഗമില്ലാത്ത അവസ്ഥയിൽ ആ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകാമെന്ന്, അതായത് മാതാവും പിതാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് സൈഗോട്ടും സ്പേമും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ദിവസം ദിനചര്യകളിൽ എന്ത് ചെയ്യണം, ഋതുചര്യകളിൽ കാലഘട്ടം മാറുമ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം വളരെ വിശദമായി വിവരിക്കുന്നു. അപ്പോൾ ഈ വിവരിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ള ശാസ്ത്രത്തിൽ നിന്നും ഈ ആയുർവേദത്തെ വിഭജിച്ച് മാറ്റി നിർത്തുന്നത്. ഇതിൻ്റെ അകത്തും ചികിത്സയും രോഗനിർണയവും ചികിത്സയും എല്ലാം എല്ലാ ശാസ്ത്രത്തിലും പൊതുവാണ്. അനാട്ടമിയും ഫിസിയോളജിയും ശരീരശാസ്ത്രവും എല്ലാം ഒരേപോലെ തന്നെ പഠിക്കുന്നു. പക്ഷേ ആയുർവേദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലുപരി ഈ വ്യക്തിക്ക് രോഗം വരാതെ ഇരിക്കുക എന്നുള്ളതിൻ്റെ ഉള്ള ഊന്നൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി ചില ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ആ ശാസ്ത്രത്തെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പുരുഷൻ എന്നാണ് ആയുർവേദത്തിൽ വിവക്ഷിക്കുന്നത്. ഈ പുരുഷൻ എന്ന് പറയുന്ന ആ വ്യക്തി ആത്മാവും മനസ്സും ശരീരവും കൂടെ ചേർന്നതാണ്. അപ്പം ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തിനെയും കൂടെ ചേർന്ന അതിനെ വേണം വ്യക്തിയായി കാണാൻ. ശരീരത്തിന് വരുന്ന രോഗത്തിന് മാത്രം പോരാ, മനസ്സിന് വരുന്ന രോഗവും ആത്മാവിനെ ബാധിക്കും. അപ്പോൾ ആത്മാവും മനസ്സും ശരീരവും ചേർന്നതാണ് ഈ വ്യക്തി പുരുഷൻ എന്നുള്ളതിനെ പറ്റി. അതാണ് ആദ്യ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരു ശരീരം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പൃഥ്വി, തേജോ, വായു, ആകാശം, അഗ്നി, വായു, ആകാശം. ഈ അഞ്ച് എലമെൻസാണ്. ഈ നമ്മൾ കാണുന്ന പൃഥ്വി എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി, അല്ലെങ്കിൽ വായു, ആകാശം. ഈ 5 കാര്യങ്ങളാണ്. ഈ 5 എണ്ണം നമ്മൾ നഗ്നനേത്രം കൊണ്ട് കാണുന്നത് മാത്രമല്ല, അതിൻ്റെ പരമമായ സൂക്ഷ്മമായ അംശങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആറ്റംന്നോ ബോസോണെന്നോ അങ്ങനെയൊക്കെ അത്രയും വളരെ സൂക്ഷ്മമായ കണികകളുടെ എലിമെൻസാണ് ഒരു മനുഷ്യ ശരീരം. ഈ ലോകത്ത് കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മനുഷ്യ ശരീരം പൃഥ്വിയും അപ്പുമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് മണ്ണും ജലവുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പൃഥ്വി, അപ്പും ഏറ്റവും കൂടുതലാണെന്നാണ് നമ്മുടെ ധാരണ. അതങ്ങനെയാണ് കൺസെപ്റ്റ്. അതായത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് മണ്ണും ജലവും കൊണ്ടാണ്.
അതായി നമ്മുടെ കൂടുതൽ. അതുകൊണ്ടാണ് നമുക്ക് ഗുരുത്വമുള്ളത്, നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്, നമുക്ക് മാസ് ഉള്ളത്. മറ്റേത് 3 കുറവാണ്. ഈ എല്ലാ ശരീരത്തിലും ഈ 5 ഭൂതങ്ങളും ചേർന്നിരിക്കുന്നതാണ്. അതിൻ്റെ തരതമ ഭേദം മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നിൽ നിന്നും കുറച്ച്, ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരം വ്യത്യാസമാകുന്നത് ഇതിൻ്റെ അളവിലുള്ള, ഇതിൻ്റെ മാനതയിലുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുറവ് സംഭവിച്ചാൽ പ്രകൃതിയിൽ തന്നെ മറ്റ് പഞ്ചഭൂതത്തിൽ നിന്നും എടുത്ത് ഇതിനെ സപ്ലിമെൻ്റ് ചെയ്ത് ശരിയാക്കാൻ സാധിക്കും. അപ്പം ഏതാണ് കുറഞ്ഞിരിക്കുന്നത്, ഏതാണ് കൂടിയിരിക്കുന്നതെന്ന് ഒരു ആയുർവേദ വിദഗ്ധന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ത്രിദോഷ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് വാതപിത്ത കഫങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം ശരീരത്തിന് എപ്പോഴും പോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പോഷണം സംഭവിക്കുന്നുണ്ട്, അതേപോലെ ജീർണതയും സംഭവിക്കുന്നുണ്ട്. ഈ പോഷണകരമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും നമ്മൾ കഫം എന്ന് പറയും. ഈ നമ്മുടെ അപചയം സംഭവിക്കുന്നതെല്ലാം പിത്തത്തിൻ്റെ കർമ്മവുമാണ്. അപ്പം അതിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് വായു. അപ്പോൾ ഏറ്റവും ഗ്രോസായി നമ്മൾ കഴിക്കുന്ന ആഹാരം പചിച്ച് ശരീരത്തിന് ഉപകാരപ്രദമായ ധാതുക്കളായി മാറി നമ്മൾ ധാതുക്കളായി പരിണമിക്കുമ്പോൾ അതിനെ നമ്മൾ കഫത്തിൻ്റെ ഉപചയം എന്ന് പറയും. അതിനെ സഹായിക്കുന്നത് പിത്തമാണ്. അത് ഗ്രോസായിട്ടുള്ള നമ്മുടെ സലൈവ മുതൽ ഇൻഡസ്റ്റൈനൽ ഗ്യാസ്ട്രിക് ജ്യൂസ് സെല്ലുലാർ ലെവലിലുള്ള ATP ADP ഡിവൈഡ് ചെയ്ത് എനർജിയായി പോകുന്ന അത്രയും സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നതിനെ നമ്മൾ പിത്തമെന്നും പറയുന്നു. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന സാധനത്തിനെ വാദം എന്നും പറയുന്നു. അപ്പം വാതപിത്ത കഫങ്ങളുടെ ശരീരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുകയും ഒരു വൈദ്യന് ഈ രോഗിയിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിത്തം എന്ന് പറയുന്നത് അഗ്നിയാണ്. അത് ശരീരത്തിൻ്റെ ഗ്രോസായിട്ടുള്ള അഗ്നിയും എല്ലാം കൂടെ ചേർന്നതാണ്. പിന്നെ മറ്റൊരു കൺസെപ്റ്റ്, നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് ധാതുക്കളെ കൊണ്ടാണ്. ധാതുക്കൾ എന്ന് പറയുന്നത് ഗ്രോസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് രസരക്തമാംസ മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നുള്ള 7 സപ്തധാതുക്കളെ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വലിയ വ്യത്യാസമില്ല. അലോപ്പതി ആണെങ്കിലും ഏത് ശാസ്ത്രമാണെങ്കിലും ഇതിന് വലിയ വ്യത്യാസമില്ല. അപ്പം സമധാതു സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ അഭിധീയതേ എന്നാണ് പറയുന്നത്. സമദോഷ സമാഗ്നിഷ്ഠ, ദോഷങ്ങളെല്ലാം സമമായിരിക്കണം, അഗ്നി സമമായിരിക്കണം, ധാതുക്കൾ സമമായിരിക്കണം. ഇതെല്ലാം സമമാണെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും സമമായിരിക്കും. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഗ്രഹണശക്തിയോടുകൂടിയിരിക്കും. അങ്ങനെയുള്ള ഒരു ശരീരത്തിൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും. അങ്ങനെയുള്ള മനസ്സ് സ്വസ്ഥമായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവും സ്വസ്ഥമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ ഈ ആയുർവേദത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് രോഗമുണ്ടോ, സ്വസ്ഥനാണോ, അരോഗിയാണോ, രോഗം ഉള്ള അവസ്ഥയാണോ ഇല്ലാത്ത അവസ്ഥയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിനെ സമരസപ്പെടുത്തുക എന്നുള്ളതാണ് ചികിത്സയും. ഇതാണ് ഏറ്റവും ബേസിക്കലായിട്ട് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ്. ഇതിൽ നിന്നും അപ്പുറത്തേക്ക് സദാചാരങ്ങളെപ്പറ്റി വളരെയധികം പറയുന്നു. ആയുർവേദത്തിൽ മനുഷ്യൻ സ്വസ്ഥമായി ഇരിക്കണമെങ്കിൽ സദാചാരങ്ങളും സത്ക്രിയകളും ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ആഹാരത്തെ പറ്റി തന്നെയാണ്. ആഹാരം ഹിതവും മിതവുമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കണം. ആഹാരത്തിൻ്റെ മാത്ര എന്തായിരിക്കണം? ഏറ്റവും ഗുരുവായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഏറ്റവും പകുതി വയറേ കഴിക്കാവുള്ളൂ. ഗുരുവായിട്ടുള്ള സാധനം പറഞ്ഞാൽ ദഹിക്കാൻ സാധിക്കുന്ന സാധനമാണെങ്കിൽ, ഒരു ബിരിയാണി ആണെങ്കിൽ അല്ലെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ നിങ്ങൾ പകുതി വയറ് കഴിച്ചാൽ മതി. ഞാൻ അതിതൃപ്തത അധികം വയറ് നിറച്ച് കഴിക്കേണ്ട കാര്യമില്ല. എന്നാൽ ലഘുവായിട്ടുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഭാഗത്തോളം കഴിക്കാം. അപ്പം 1/4 ഭാഗം എപ്പോഴും വായുവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഒഴിച്ചിടേണ്ടതാണ്. 1/4 ഭാഗം നമുക്ക് നിറയ്ക്കാം. അത് ഗുരുവായിട്ടുള്ളതാണെങ്കിൽ പകുതിയേ പാടുള്ളൂ, ലഘുവായിട്ടുള്ളതാണെങ്കിൽ 1/4 ഭാഗവും കഴിക്കാം. ഇതുകൂടാതെ നമ്മൾ 2 നേരമേ ആഹാരം കഴിക്കാൻ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും കഴിക്കുന്നത് രാവിലെയും 10 മണിക്കും പിന്നെ 12:30ക്കും പിന്നെ 4 മണിക്കും പിന്നെ 8 മണിയാകുമ്പോഴും പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലും. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് കഴിക്കുകയാണ്. ഇത് നമ്മളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
ആയുർവേദമോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം അനുവദിക്കുന്നത് 2 നേരം ആഹാരം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രായോഗികത ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ആഹാരമുണ്ട്, വൈകിട്ടത്തെ ആഹാരമുണ്ട്. ഈ 3 നേരത്തെ ആഹാരം നമുക്ക് മിതമായിട്ട് നമുക്ക് അക്സെപ്റ്റബിളാണ്. അപ്പം അതാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ആഹാരം നന്നായിട്ട് കഴിക്കുകയും അത് 3/4 ഭാഗമേ കഴിക്കാവൂ, 3/4 ഭാഗം കഴിക്കുകയും മറ്റ് ഒരു ആഹാരത്തിൻ്റെ മാത്രയുണ്ട്. ആ മാത്ര രാവിലെ 4/1 കഴിക്കുക, പിന്നെ 2/1 ഭാഗം രാത്രിയിലും കഴിക്കുക. അതും അപ്പം രാവിലത്തേത് വളരെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ചെറുതായിട്ടും രാത്രിയിലത്തേത് അതിലും ഒരല്പം കൂടെ കൂട്ടിയും കഴിക്കുക. അങ്ങനെ 3 നേരമായിട്ട് ഉച്ചയ്ക്ക് വയറ് നിറച്ച് അല്ലെങ്കിൽ 3/4 ഭാഗമൊക്കെ കഴിക്കാം. അപ്പം ഇങ്ങനെ 3 നേരത്തിൽ ആഹാരം കഴിച്ചാൽ അത് കഴിക്കാനുള്ള വിധിയാണ് പറയുന്നത്. ഇതിലുപരി പഥ്യവും അപഥ്യവുമായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ഹിതകരമായിട്ടുള്ളതിനെ പഥ്യമെന്നും അപഥ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹിതകരമല്ലാത്ത പദാർത്ഥങ്ങളെ അപഥ്യമെന്നും പറയും. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് വന്നിട്ട് സാധാരണ ചോദിക്കുന്നത്, ഡോക്ടറെ പഥ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പഥ്യം എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോൾ രോഗി ഉദ്ദേശിക്കുന്നത് എന്താണ് കഴിക്കാൻ പാടില്ലാത്തതെന്നാണ്. എന്നാൽ ആ വാക്കിന് തന്നെ വ്യത്യാസമുണ്ട്. പഥ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹിതകരമായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ പഥ്യം എന്ന് പറയുന്നത്. ശരീരത്തിന് അഹിതകരമായിട്ടുള്ളതിനെ അപഥ്യമെന്നും പറയും. അപ്പോൾ പഥ്യമായിട്ടുള്ള ആഹാരം വേണം കഴിക്കാൻ. അത് പലപ്പോഴും എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിക്കണ്ട് ഏതാണ് ഹിതം ഏതാണ് അഹിതം. ശരീരത്തിന് പലപ്പോഴും അഹിതമായിട്ടുള്ളത് കഴിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഒരിക്കൽ പ്രശ്നമുണ്ടായ സാധനം വീണ്ടും പരീക്ഷിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാമാന്യയുക്തി. അതിലുപരി രണ്ടാമത് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിക്കും മറ്റുള്ള അവസ്ഥകൾക്കും അനുസരിച്ച് എന്തൊക്കെയാണ് ഞാൻ പഥ്യം കഴിക്കേണ്ടത് അല്ലെങ്കിൽ പഥ്യമായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ഈ നമ്മുടെ നിദ്രയാണ്. നിദ്ര എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കമാണ്, വിശ്രമമാണ്. ശരീരത്തിന് എപ്പോഴും വിശ്രമം ആവശ്യമാണ്. നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടികാശം ബലാബലം വൃഷതാം ക്ലീബതാം ജ്ഞാനം അജ്ഞാനം ജീവിതം നച. നിദ്രയില്ലെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറക്കം നമുക്ക് ആവശ്യമാണ്. എത്ര കണ്ട് ഉറങ്ങണം? നമ്മൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും. അപ്പോൾ 10 മണിക്ക് കിടന്ന് ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അപ്പം 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടി കാർശ്യം, നിങ്ങളുടെ പുഷ്ടിക്കും കാർശ്യത്തിനും നിങ്ങൾ മെലിഞ്ഞു പോകുന്നതിനും ഉണങ്ങിപ്പോകുന്നതിനുമൊക്കെ കാരണവും കൂടുതൽ ഉറങ്ങിയാൽ ബ്രഹ്മണമാണ്, തടി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മിതമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും വൃഷതയ്ക്കും ക്ലീബതയ്ക്കും ഒക്കെ നമ്മളുടെ ഫെർട്ടിലിറ്റിക്കും ഇൻഫെർട്ടിലിറ്റിക്കും ഒക്കെ കാരണം ഈ നിദ്രയാണ്. അപ്പോൾ നിദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വിശ്രമത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് സമയം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിയിരിക്കണം. എല്ലാ ജീവജാലങ്ങളും സൂര്യൻ്റെ കിരണങ്ങൾക്കനുസരിച്ചാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. കാരണം ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യുന്നത്. മനുഷ്യൻ മാത്രം വെളിച്ചം കണ്ടുപിടിച്ചതോടുകൂടി കൂടുതൽ പകൽ അല്ലെങ്കിൽ രാത്രി പകലാക്കാൻ വേണ്ടി ശ്രമിച്ച് കൂടുതൽ അധ്വാനിക്കുന്നു, കൂടുതൽ ജോലി ചെയ്യുന്നു, കൂടുതൽ സമ്പാദിക്കുന്നു. ഈ സമ്പാദിക്കുന്നതെല്ലാം അവനവൻ്റെ സുഖത്തിന് വേണ്ടിയാണ് സമ്പാദിക്കുന്നത്. എന്നാൽ അതൊരിക്കലും പലപ്പോഴും രോഗത്തിലേക്കോ അല്ലെങ്കിൽ ദീർഘായുസില്ലാതെ ചെറിയ ഷോർട്ടായിട്ടുള്ള ലിവിങ്ങിലേക്കോ ആണ് പോകുന്നത്. അതുകൊണ്ട് വിശ്രമം വളരെ പ്രധാനമാണ്. ഈ സമയത്താണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നല്ല ഇരുട്ടത്ത് വേണം ഉറങ്ങാൻ എന്നാണ് പറയുന്നത്. നല്ല ഇരുട്ടിൽ മാത്രമേ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ശരീരത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഈ മെലറ്റോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിലെ ഈ വിശ്രമം എടുക്കുന്ന അവസരത്തിലാണ് നമ്മളുടെ ശരീരത്തിലെ പചന വ്യവസ്ഥയും അല്ലെങ്കിൽ ഏകൃത്തും അല്ലെങ്കിൽ പ്ലീഹയും അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങൾക്കെല്ലാം റീജനറേഷൻ സംഭവിക്കുന്നത്. അത് പകൽ സംഭവിച്ച കേടുപാടുകൾ മാറി പുതുജീവൻ എടുക്കുന്നത്, പിറ്റേ ദിവസത്തേക്ക് നല്ല ശക്തിയോടുകൂടി ബലത്തോടുകൂടി ആവുന്നതിന് സഹായിക്കുന്നത് ഈ നിദ്രയാണ്. അപ്പോൾ ഈ നിദ്ര പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധ വേണം, നമ്മുടെ ഉറക്കത്തിൽ ശ്രദ്ധ വേണം. മൂന്നാമത് കുറേ സദാചാരങ്ങൾ നമ്മൾ ചെയ്യണം. സദാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സൽപാത്രത്തിൽ ദാനം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാകണം. സൽപാത്രത്തിൽ ദാനം ചെയ്യും. എന്താണ് ഈ ദാനം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദാനം ചെയ്യാം. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എപ്പോഴും ധനം മാത്രമല്ല നമുക്ക് ദാനം ചെയ്യാനുള്ളത്. ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിന് എന്ത് ദാനം ചെയ്യാൻ പറ്റും? അവരൊരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് തന്നെ, അവരോട് നന്നായിട്ട് പെരുമാറുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദാനം. അപ്പോൾ നിങ്ങൾക്ക് താലന്ത് എന്താണോ ഇരിക്കുന്നത്
അത് സൽപാത്രത്തിൽ ദാനം ചെയ്യണം. അത് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യാം. മറ്റൊന്ന്, ദാനം ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തിരിക്കണം. അല്ല, ചോദിക്കാതെ തന്നെ ദാനം ചെയ്യേണ്ട രണ്ട് പേരെ പറ്റി പറയുന്നുണ്ടായിരുന്നത്. ഒന്ന്, ഒരു നിത്യവൃത്തിക്ക് വകയില്ലാത്തവരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ദാനം ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ടതാണ്. രണ്ടാമത്, രോഗികൾക്കും നിത്യവൃത്തിക്ക് വകയില്ലാത്തവരെയും നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ ആവശ്യം അറിഞ്ഞ് അങ്ങോട്ട് സഹായിക്കേണ്ട രണ്ട് ഗ്രൂപ്പാണ്. എന്നാൽ ദാനമായിട്ട് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിലും കൊടുക്കരുതാത്ത ഒരു സാധനമുണ്ട് ആയുർവേദത്തിൽ പറയുന്നത്. അത് മദ്യം മാത്രമാണ്. മദ്യം സന്ധാന വിക്രിയ ദാനപാനാനി നാചരേത്. മദ്യം നിങ്ങൾ ഉണ്ടാക്കരുത്. മദ്യം എന്ന് പറയുന്നത് കുടിക്കുന്ന മദ്യവും ഡ്രഗ്സും പുകവലിയും എല്ലാം ചേർന്നതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, വിപണനം ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല, ദാനമായിട്ട് പോലും മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന് പറയും. അപ്പം ദാനം ചെയ്യാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് മദ്യം മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ സത്ക്രിയകളും സദാചാരങ്ങളും മറ്റുള്ളവർക്ക് ദശപാപങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഹിംസസ്തേ അന്യഥാകാമം പൈശൂന്യം പരുഷാൻ നൃതം സംഭിന്നലാഭം വ്യാപാദം അഭിദ്യ ദൃഗ്വിപര്യം പാപം കർമ്മേതി ദശത കായവാങ് മാനസൈ സ്ഥിതിയത്. ഈ 10 പാപങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പോലും ചെയ്യാൻ പാടില്ല. ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ്. മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. അതായത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള അനുവാദം ആയുർവേദം തരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം? ഇതുകൊണ്ട് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ലോകാംശ പരലോകത്തിലുള്ള പ്രാപ്തിയും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അതായത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരവും കൂടാണ്. ഇതേപോലെ ആയുർവേദ ചര്യകളിൽ കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്, ആരോഗ്യം, യശസ്, കീർത്തി, അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ഒരു ബോണസായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പരലോകത്തിലും കൂടെ പോകാം. അപ്പം നമ്മളുടെ ജീവിതം നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് പരോപകാരപ്രദമായി നന്നായി ജീവിക്കണം എന്നുള്ളതാണ്. ആയുർവേദം എന്ന് പറയുന്നത് വെറും മരുന്ന് കൊണ്ടൊരു ചികിത്സാ പദ്ധതി മാത്രമല്ല എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആയുർവേദം എന്ന് പറയുന്നത് വെറുതെ ഒരു രോഗനിർണയവും ഒരു ചികിത്സ, അതിനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അതേപ്പറ്റി ഞാനിവിടെ പരാമർശിച്ചിട്ടുമില്ല. കാരണം അതൊരു വലിയൊരു കാര്യമാണ്, കുറേ കൂടെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു മഹത്തായ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അപ്രകാരമുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഔഷധങ്ങൾ ദാനമായി കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ദാനമായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത് അന്നദാനം, മഹാദാനം. അന്നദാനമാണ് മഹാദാനം എന്ന്. പക്ഷേ അതിലുപരിയായിട്ട് ആയുർവേദം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ രോഗികളുടെ ദുഃഖത്തെ അകറ്റാൻ വേണ്ടി അവർക്ക് മരുന്ന് കൊടുക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിലും ഉപരിയായിട്ടുള്ള ഒരു ദാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ദാനമാണ് നമ്മളിവിടെ പരുമലയുടെ ഈ അങ്കണത്തിൽ നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന, ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ സംരംഭം എന്ന് പറയുന്നത് മറ്റുള്ള ആതുരന്മാർക്കായിട്ട് പദയാത്ര കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ദുഃഖിച്ച് വരുന്ന ശരീരക്ലേശവും മനസ്സിൻ്റെ ക്ലേശവും ഒക്കെയായി വരുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു സംരംഭത്തിൽ ഒരു 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ഇവിടെ അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പരുമല തിരുമേനിയുടെ ഈ പരുമല പെരുന്നാളിൻ്റെ അവസരത്തിൽ ഈ മുറ്റത്ത് നിന്ന് ഇതേപോലെ സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ അതിയായ ദൈവത്തിനോട് വളരെയധികം കടപ്പെട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്നെ ഇത്രയും നേരം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് നൽകി നമ്മെ അനുഗ്രഹിച്ചു. ആയുർവേദത്തിൻ്റെ ഉപദേശങ്ങൾ എനിക്ക് നല്ലൊരു സുവിശേഷ പ്രസംഗമായിരുന്നെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതചര്യയ്ക്ക് ഏറ്റവും അനുയോജ്യവും പ്രിയപ്പെട്ടതുമാണ് ആയുർവേദം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് നൽകിയ ശ്രേഷ്ഠനായിരിക്കുന്ന ജോൺ കെ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു.
ഇപ്പോൾ ആശംസ അർപ്പിക്കുവാനായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യനായ മോനി കല്ലംപറമ്പിലിനെ ക്ഷണിച്ചുകൊള്ളു. ത്രിയേക ദൈവത്തിന് സ്തുതി. അപ്പോൾ നീ തിരുമേനി സ്ഥലത്തില്ല, അമീന തിരുമേനി, വന്നിരായ മതക്കുടിയച്ഛൻ, പ്രിൻസച്ചൻ, ഡോക്ടേഴ്സ്, സദസ്സിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാദികൾക്കും ആദ്യമായിട്ട് നമസ്കാരം. ആക്ച്വലി പ്രിൻസച്ചൻ പറഞ്ഞ പോലെ ഇതൊരു വലിയ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒരു മറുതലമായിരുന്നു. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ജനിച്ചു കഴിഞ്ഞ് വളർന്നു വരുമ്പോൾ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, എത്ര ഉറങ്ങണം, എന്തൊക്കെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നിത്യജീവൻ വരെ ഡോക്ടർ ഇപ്പം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ തീരും. എന്നാൽ അതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആയുർവേദത്തെ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് നിൽക്കുക. ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്, ബഹറിലാണ്. പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞങ്ങളോട് ജോലി ചെയ്യുന്ന ഒരുപാട് ആരബ്സ് അവരൊക്കെയും ഈ ആയുർവേദത്തെ പറ്റി പഠിക്കുകയും കോട്ടയ്ക്കിൽ പോയി ചികിത്സ കഴിയുകയും ചെയ്യുന്നതാണ്. പക്ഷെ അവരൊക്കെ പറയുന്നത് ഈ പഥ്യം മാത്രമാണ്, മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതെ കഴിയുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. എന്നാൽ ഈ പിഴിച്ചിലും ഒഴിച്ചിലും ഒക്കെ അവർക്ക് വളരെ താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ഒഴിച്ച് ബാക്കി എല്ലാ ഗൾഫിലും ആയുർവേദ ക്ലിനിക്കുകളുണ്ട്. അവിടെ പോയിട്ട് മാസത്തിൽ 1-2 വട്ടം ഈ എണ്ണയൊക്കെ ഇട്ട് പിഴിച്ചിൽ നടത്തുന്ന മാസേജ് ചെയ്യുന്ന ആരബ്സ് ഒരുപാടുണ്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ പരമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്. ലോകത്തുള്ള ഒരുപാട് ആൾക്കാർ, ന്യൂസിലാൻഡ് മുതൽ കാനഡ വരെയുള്ളവർ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരു നെറ്റ്വർക്കുണ്ട്. അതിലൂടെ ഞങ്ങൾ ഈ മെസ്സേജസ് എല്ലാവർക്കും എത്തിക്കും. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് പ്രയർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് പരമല തിരുമേനിയും ചെയ്തത്. 2 ഷെയർ, ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ അറിവുകൾ, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 3 കെയർ, മറ്റുള്ളവരെ കെയർ ചെയ്യുക. നമുക്കറിയാം പരിശുദ്ധ പരമല തിരുമേനിയുടെ അവസാന നാളുകളിൽ തിരുമേനി വേദനയെടുത്ത് വയറൊക്കെ ഇങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് ചുറ്റി ആണെങ്കിൽ പോലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കുന്നത്, കുഞ്ഞേ നീ വല്ലതും കഴിച്ചോ, നിൻ്റെ ആവശ്യം എന്താണെന്നാണ്. നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആരെയും സഹായിക്കാൻ സാധിക്കത്തില്ല. ഈ 14 മണിക്കൂർ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്നു, ബാക്കിയൊക്കെ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് എടുക്കുന്നു, 4-5 മണിക്കൂർ ഉറങ്ങുന്നു. ഇതൊന്നും എൻ്റെ പ്രോബ്ലം അല്ല, ഇത് മറ്റാരും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാം നമ്മുടെ പ്രോബ്ലമാണ്. മറ്റൊരാളുടെ വേദന നമ്മുടെ വേദനയായിട്ട് നമ്മൾ കാണുമ്പോൾ മാത്രമേ, അതിനെന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് രാത്രിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ ചെന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും ഈ സമൂഹത്തിൽ നമ്മളോട് നേരിട്ട് വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞ് നമ്മുടെ തോളിൽ ചാരിക്കൊണ്ട് ഒരാൾക്ക് അയാളുടെ വേദന പറയാനും അയാളുടെ 2 കണ്ണുനീര് നമ്മുടെ തോളിൽ വീഴാൻ പറ്റിയൊരു ആത്മാർത്ഥ സ്നേഹം നമുക്ക് അയാൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് ഞങ്ങളുടെ ഇവിടുത്തെ റീജിയണൽ സെക്രട്ടറിയാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കൊല്ലം ഇത് തുടങ്ങിയത്. ഈ കൊല്ലം തുടങ്ങിയ നേരവും ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും അതിനകത്ത് സഹകരിക്കാൻ താല്പര്യമുണ്ട്. കാര്യം ഈ തീർത്ഥാടകരൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോഴേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റിക്കും ഈ വർഷം ഇതിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് അതോറിറ്റികളോടുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും അച്ഛനീടെ പറഞ്ഞു, ഈ നടന്നു വരുന്ന രോഗികൾക്ക് ഒരു കൊച്ചു തൈലം എന്തെങ്കിലും കൊടുക്കണമെന്ന് മാത്രമാണ് അച്ഛൻ ആദ്യം ചിന്തിച്ചത്. അത് അച്ഛൻ്റെ സ്വന്തം ഭാവനയിൽ പരമല തിരുമേനി കൊടുത്ത ഒരു ഐഡിയ ആയിരിക്കും. അത് പരമല തിരുമേനിയുടെ ഒരു ആഗ്രഹമായിരിക്കും. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധന്മാർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെ അവർ സ്നേഹിക്കുന്നവരിൽ കൂടെ അവർ ഈ ലോകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഒരു ദൈവമനുഷ്യൻ മരിച്ചാലും ജീവിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പരമല തിരുമേനിയുടെ ഒരു ആഗ്രഹമായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ നടന്നു വരുമ്പം അവരുടെ കാലിൻ്റെ വേദന മാറ്റാൻ ഒരു ചെറിയ ഐഡിയ കൊടുത്തു, അത് വളർന്ന് ഇത്രയുമായി. ഇനി അനേക വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷം മുതൽ ഇത് വളരെയേറെ വളർന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ട്
എല്ലാവരുടെയും കാലിൻ്റെയും കൈയുടെയും മനസ്സിൻ്റെയും വേദനകൾ മാറ്റാൻ മുതലട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടറുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കാരണം ഇത് അച്ഛൻ പറഞ്ഞൊരു നല്ല സുവിശേഷ പ്രസംഗമായിരുന്നു, പഞ്ചസാരയിൽ പൊതിഞ്ഞ ഒരു സുവിശേഷ പ്രസംഗമായിരുന്നു. കാരണം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കും കുറച്ചൊക്കെ ഐഡിയ കിട്ടി. കാര്യം വളരെ ഉറക്കം കുറവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഭക്ഷണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എപ്പോഴും വന്ന് കഴിക്കാൻ പറ്റാതെ. പക്ഷേ ഉറക്കം വളരെ കുറവാണ്. കാര്യം നമ്മൾ രാത്രി 12 മണി വരെയൊക്കെ ജോലി ചെയ്തിട്ട് വന്ന് വെളുപ്പിനെ 6 മണിയാകുമ്പോൾ പിന്നെ എഴുന്നേറ്റ് പോകും. അന്നേരം ആയുസിനെ നീട്ടുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയത് എൻ്റെ ജീവിതത്തെയും ഒന്ന് ക്രമീകരിക്കാൻ സഹായിക്കും. അച്ഛനോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അസിസ്റ്റന്റ് മാനേജർ അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. മെഡിക്കൽ ഡയറക്ടേഴ്സിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുള്ള നന്ദിയും ആശംസ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, എല്ലാ ഡോക്ടേഴ്സിനെയും, അവരുടെ കുഞ്ഞുങ്ങളെയും, അവരുടെ കുടുംബത്തെയും പരിശുദ്ധ പരിമളത്തിനുള്ള മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ നന്മകളും തലമുറകളായിട്ട് അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആശംസ അർപ്പിക്കുവാനായി കായംകുളം CMA ആയിരിക്കുന്ന ബഹുമാനിയായ ജയലക്ഷ്മി ഡോക്ടറെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയനായ ഡോക്ടർ ജോൺ കെ ജോർജ്, ബഹുമാനപ്പെട്ട DMO, സഹപ്രവർത്തകരെ, നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ, സുമനസ്സുകളെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തിരുമുറ്റത്ത് 2 വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ വർഷം ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. അതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇന്ന് കായംകുളം ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട DMOയും പിന്നെ പ്രിൻസച്ചൻ്റെ ഭാര്യ ഡോക്ടർ മോൾ എലിസബത്തും എന്നെ പ്രത്യേകം ക്ഷണിച്ചു. അപ്പോൾ അത് അടുത്ത വർഷവും എനിക്ക് വരാൻ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1000-ഓളം ആൾക്കാർക്ക് സാന്ത്വനം ഏകിയ ഈ ക്യാമ്പ് ഈ വർഷം അതിലെത്രയോ ഇരട്ടി ആൾക്കാർക്ക് സാന്ത്വനവും ഈ പറഞ്ഞ അവരുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസവുമേകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിച്ചുകൊള്ളുന്നു. ആയുർവേദത്തിൻ്റെ പ്രത്യേക സഹായഹസ്തം ഈ പരിമല പള്ളിയിലെത്തുന്ന ആൾക്ക് എത്തിച്ചു കൊടുത്ത പത്തനംതിട്ട ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ DMOയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട ഡോക്ടർ മോൾ എലിസബത്ത് തോമസിനെ സാദരം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റോസ് തിരുമേനിയോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി ഞങ്ങളുടെ ഈ ക്യാമ്പിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. തിരുമേനിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷേർലി മാത്യുവിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ വർഷം മാഡത്തിനോട് ചെറിയ രീതിയിൽ ആരംഭിക്കുവാൻ ആഗ്രഹിച്ചു. മാഡം അതിന് പൂർണ്ണമായ പിന്തുണയാണ് നൽകിയത്. മാഡം പാലിയേക്കര ഇടവകാംഗമാണ്, ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ അഭിമാന ഭാജനം കൂടിയാണ്. മാഡത്തിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ കെ ജോർജ് സാറിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ക്യാമ്പിന് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും നൽകിയ പരിമല സെമിനേരി മാനേജർ
ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ എന്ത് നിർദ്ദേശം വെച്ചാലും അത് ചെയ്തോളൂ എന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി അപ്പു അച്ഛനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. വന്യ റമ്പാച്ചന്മാർ, ഇവിടെ പ്രത്യേക ക്ഷണത്തോടുകൂടി ഞാൻ വിളിച്ചതാണ്. ഡോക്ടർ ജയലക്ഷ്മി മാഡം കായംകുളം CMO ആണ്. ഇവിടെ വന്ന് ആശംസ അർപ്പിച്ചതിനായി പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാഡത്തിൻ്റെ മകൻ ആയുർവേദ ഡോക്ടറാണ്, കണ്ണൻ ഡോക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടറിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കടപ്പുറ പഞ്ചായത്തിൻ്റെ അയൽ പഞ്ചായത്തായ നെരണം പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ജിസ്മേരി എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടറോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. SGOSന്റെ സെക്രട്ടറിയായ മോനി കല്ലമ്പറമ്പിലിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ ക്യാമ്പിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിയിട്ടുള്ള എൻ്റെ കടപ്പുറ ഡിസ്പെൻസറിയിലെ സ്റ്റാഫിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അവിടെ എൻ്റെ കൂടെ ട്രെയിനിങ്ങിനുള്ള ഹൗസ് സർജനോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ, ശ്രദ്ധയോടുകൂടി ശ്രോതാക്കളായിരുന്ന നഴ്സിംഗ് സ്റ്റുഡൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ, എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായി പറഞ്ഞുകൊള്ളട്ടെ, അടുത്ത 4 ദിവസങ്ങളിലായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അത് രാവിലെ 9:30 തന്നെ കൃത്യം തുടങ്ങുന്നതും രാത്രി 10 വരെ ഉണ്ടായിരിക്കുന്നതുമാണ്. എല്ലാവരും ഈ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടി അച്ചായനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പദയാത്രക്കാരായി നടന്നു വരുന്ന എല്ലാവർക്കും ഇവിടെ നിന്ന് സൗജന്യമായിട്ട് മരുന്ന് ലഭ്യമാകുന്നതാണ്. നമുക്കറിയാം, ഈ പരിമലദേശത്തുള്ള നമുക്കല്ല അനുഗ്രഹം കിട്ടുന്നത്. നടന്നു വരുന്നവരുടെ കാലുകൾ നമ്മൾ കണ്ടാൽ അവരുടെ ദയനീയമായ അവസ്ഥ നമുക്കറിയാം. ഒരു ചുവട് പോലും മുമ്പോട്ട് നടക്കാൻ പറ്റാതെ 20-ാം തീയതി മുതൽ പദയാത്ര തുടങ്ങിയവരുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്നവർക്കാണ് ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും അനുയോജ്യമായി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാവരെയും ഈ കാര്യം അറിയിക്കണം. നല്ല ആകർഷിക്കത്തക്ക വിധത്തിൽ ഫ്ലെക്സ് ബോർഡുകളും എല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇതിന് നിസ്സാരമല്ല, ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന ഒരു സൗജന്യ ചികിത്സയാണ്. അതിന് ദിവസവും 4-5 ഡോക്ടർമാർ, അതിനോട് തുടർന്നുള്ള സ്റ്റാഫ്, അവരുടെയൊക്കെ സേവനം സൗജന്യമായിട്ട് ലഭിക്കും. അതുകൊണ്ട് ബഹുമാനായ DMO ആയിരിക്കുന്ന ഷെർലി മാത്യു ഡോക്ടറിൻ്റെ മുഖ്യ നേതൃത്വത്തിലാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ഇതിനാവശ്യമായ എല്ലാ സഹകരണവും ഈ സെമിനാരിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സൗജന്യമായി ലഭിക്കുന്ന ഈ ചികിത്സാ സംവിധാനം പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായി താല്പര്യപ്പെടുകയും പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗം ഇവിടെ പര്യവസാനിക്കുന്നു.